അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു വോയിസിൻ്റെ കൂടെ ഞാൻ ഒരു വീഡിയോ കൂടി സെൻഡ് ചെയ്യുന്നുണ്ട്. 24 hours എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ, ഒരു പെൺകുട്ടിയുടെ വാപ്പ എന്ത് ചെയ്യാണ്, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ലഹരി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ ഈ ഒരു വോയിസ് കേൾക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് കേൾക്കുക. വളരെ ശ്രദ്ധാപൂർവം എല്ലാ ആളുകളും ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ വോയിസിൽ പറയാൻ പോകുന്നത്. ഈ ഒരു നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാവും, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പം ഞാനൊരു സ്കൂൾ അധ്യാപികയാണ്, നമ്മളൊരു സ്കൂൾ നടത്തുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, അൽഹംദുലില്ലാ, ബേസിക്കലി ഒരു സൈക്കോളജി ഫീൽഡും കൂടി ആയതുകൊണ്ട് നമുക്കറിയാം എത്രത്തോളം കുട്ടികളാണ് ഡെയിലി ബേസിൽ എവറി ഡേ ഈ ഒരു ചതിക്കുഴിയിൽ പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എത്ര മക്കളാണ് എന്നുള്ളത് അള്ളാണ്. വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്ക് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അത്രയും നമ്മൾ ഭയാനകം, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന രൂപത്തിലാണ് ഈ ചെറിയ ചെറിയ പെൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആൺകുട്ടികളും. അപ്പോൾ ഒരു പരിചയവും ഇല്ലാത്ത വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ സ്കൂളിലെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൺകുട്ടികൾ, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളാണ് കൊടുക്കുന്നത്. ഇത് എങ്ങനെയാണ് ആദ്യം ഇവരെ ഇൻടേക്ക് എങ്ങനെയാണെന്നറിയോ? ഞാനിപ്പം കൗൺസിലിംഗ് ചെയ്ത ഒരുവിധം കുട്ടികളൊക്കെ പറയുന്നത് വെച്ചാൽ അവർ ലഹരിയായിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കഴിച്ചിട്ടില്ല. പക്ഷെ ആ ലഹരി ആദ്യം ഇവരുടെ ബോഡിയിൽ എത്തുന്നത് മിഠായികളിലൂടെയാണ്. ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതില് ഡയറി മിൽക്കിന്റെ മേലെ പൊടി ഇട്ടിട്ടാണ് ആ ഡയറി മിൽക്ക് തിന്നാൻ കൊടുക്കുന്നത്. അത് പിന്നെ അതൊരു എഡിക്ഷൻ ആയിട്ട് മാറുകയും പിന്നെ ആ ഡയറി മിൽക്ക് ഇല്ലാതെ കുട്ടികൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വളരെ നമ്മൾ സ്വാഭാവികമായിട്ട് കഴിക്കുന്ന ചെറിയ ചെറിയ മിഠായികളിലൂടെയൊക്കെയാണ് ഈ ഒരു പ്രത്യേകിച്ച് ഇപ്പം നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന സാധനമാണ് MDMA എന്ന് പറയുന്നത്. ഈ MDMA എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു കുട്ടി നമ്മളെ സ്കൂളിൽ മറ്റൊരു ആവശ്യത്തിന് വന്നപ്പം ആ കുട്ടിയുടെ വാപ്പ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ കോട്ട് ചെയ്യാൻ വിചാരിക്കുകയാണ്. അതായത് അവർ ഇത്തരത്തിൽ ആ മോള് ഒരു ഇഷ്യൂവിൽ പെട്ടിട്ട് ആ മോള് വാപ്പയും ഉമ്മയും പറയുന്ന അല്ല കുട്ടി കേൾക്കുന്നത്. ആ ചെറുക്കനെ അങ്ങ് ബ്ലൈൻഡ് ആയിട്ട് എന്ത് ചെയ്യാണ്, കുട്ടി വിശ്വസിക്കുകയാണ്. അങ്ങനെ ഈ വാപ്പ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഇന്റർവ്യൂത്തെ വാപ്പനെ പോലെ ഈ വാപ്പ എന്ത് ചെയ്തു, ഈ ചെക്കനെ പോയി കണ്ട് അവന്റെ ഫോൺ വാങ്ങിച്ചു. ആ ഫോൺ ഇപ്പോഴും തിരിച്ചു കൊടുത്തില്ല. ആ വാപ്പന്റെ കയ്യിൽ ആ ഫോണുണ്ട്. ആ വാപ്പ പറയുന്നത്, ഈ ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ കംപ്ലീറ്റ് ലീഗലി അവർക്ക് ഡീകോഡ് ചെയ്ത് എടുക്കാൻ ലക്ഷങ്ങളാണ് ആ വാപ്പ എന്ത് ചെയ്ത് ചെലവായി. പക്ഷെ ആ വാപ്പ പറയുന്നത് എന്താ വെച്ചാൽ, എന്നെ സംബന്ധിച്ച് എനിക്കത് നിർബന്ധമായിരുന്നു. കാരണം ഈ ചെറുക്കൻ്റെ കയ്യിൽ എൻ്റെ മോളെ എന്തൊക്കെ പെട്ടിട്ടുണ്ട് എന്ന് ആ ഒരു മോളുടെ ഭാവി വിചാരിച്ച് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് സൈബറിലൊക്കെ കൊണ്ടുപോയിട്ട് അവർ ആ ഫോൺ ഡീകോഡ് ചെയ്തെടുക്കുന്നത്. ആ ഫോൺ ഡീകോഡ് ചെയ്തിട്ട് ആ ഉപ്പ പറയാണ്, കണ്ടിട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്നാ പറഞ്ഞത്. കാരണം ഒന്ന്, അതിൽ മുഴുവൻ അശ്ലീല ചിത്രങ്ങളും വീഡിയോസുമാണ്. ആ വീഡിയോസിൽ തന്നെ പല വീഡിയോസിലും അല്ലെങ്കിൽ ഫോട്ടോസിലും ഇവരുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ, മുഖത്തുള്ള ചിത്രം മോർഫ് ചെയ്തുകൊണ്ട് നഗ്ന ചിത്രത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത് മോർഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് മോശപ്പെട്ട സാധനങ്ങളും സ്വന്തം വീട്ടിലെ മാമൻ്റെ ഭാര്യയോട് പോലും വളരെ ലൈംഗിക ചുവയോട് കൂടി സംസാരിക്കുന്ന 8ാം ക്ലാസ്സിലത്തെ കുട്ടി, ഞാൻ പറയുന്നത് കോഴിക്കോടുള്ള ഒരു സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ ഫോണാണ് കേട്ടോ. എന്നിട്ട് സ്വന്തം ഉമ്മൻ്റെ ബ്രദറിൻ്റെ ഭാര്യയോട് എന്ത് ചെയ്യുക, ആ ഒരു കാരണം എന്താ വെച്ചാൽ ഇത്രയും അശ്ലീല ചിത്രങ്ങൾ കണ്ട് 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 ഇവർക്ക് സ്വന്തം കുടുംബം പോലും ആരാന്ന് മനസ്സിലാവില്ല. ആരോട് സംസാരിക്കുമ്പോഴും അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ വരിക. ഇങ്ങനെ അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഫോണിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, ആ വാപ്പക്ക് കാണാനിടുന്നത്. പറയും, ഞാൻ ആ ഫോൺ കൊടുക്കൂല. കാരണം അത് ആ കുട്ടിയുടെ രക്ഷിതാക്കളൊക്കെ കൃത്യമായിട്ട് അറിയിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്നിട്ട് ആ വാപ്പ എൻ്റെ മുമ്പിൽ നിന്നാണ് ആ കുട്ടീനോട് ചോദിക്കേണ്ടത്, മോളെ ഈ ഫോണിലുള്ള സാധനങ്ങൾ മുഴുവനും ഞാൻ നിനക്ക് തെളിവോട് കൂടി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ഒറ്റയടിക്ക് പറയാം, ഇല്ലേ ഞാൻ വിശ്വസിക്കില്ല, ഞാൻ ഓനെ വിശ്വസിക്കുള്ളൂ. ആലോചിക്കണം, 10, 15, 20 വയസ്സ് വരെ
കൂടെ അങ്ങനെ നിർത്തി. ആ വാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷാഅല്ലാ കുട്ടികളുടെ അടുത്ത് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഉപ്പ, അത്രയും ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കുട്ടികൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ആ ഒരു രൂപത്തിലാണ് ആ ഉപ്പ ഈ കുട്ടിയെ വളർത്തുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, സ്വമേധയാ ഇത്തരത്തിലുള്ള സ്ഥാനത്തിലൊക്കെ പെടുന്ന കുട്ടികൾ പറയാം നമുക്ക് വീട്ടിൽ ഫുള്ള് പ്രശ്നമാണ്, അല്ലെങ്കിൽ വീട്ടിൽ വാപ്പയും ഉമ്മയും എന്തില്ല, വലിയ കുറെ പ്രശ്നങ്ങളാണ്. ഇത് ആ കുട്ടിക്ക് പറയാനൊന്നുമില്ല, കാരണം വാപ്പയും ഉമ്മയും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, സമ്പത്തിന് സമ്പത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇത്തരത്തിലൊരു കുഴിയിൽ പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒരുത്തനായിട്ട് സ്നേഹിക്കുക, ഇവനുമായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും എങ്ങനെയാ തുടങ്ങിയത്? ഇൻസ്റ്റഗ്രാം വഴി. മക്കളെ, ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചതിക്കുഴിയാണ്, ഒരു വലിയ അപകടത്തിന്റെ വലിയൊരു ഒരു ഡാർക്ക് വെബാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മളെ മക്കളിൽ ആർക്കും ഇന്ന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാത്തവരില്ല. നമ്മൾ വിചാരിക്കും ഈ കുട്ടികൾ എന്താണ്, ഈ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ സാധാരണ റീൽസും കണ്ടിരിക്കുകയാണെന്ന് എന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ അത് തെറ്റി. കാരണം ഇപ്പം വളരെ റീസെൻ്റ്ലി നമുക്ക് അറിയുന്ന ഒരു കുടുംബത്തിലെ കുട്ടി, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള്, ഓക്കെ, ഇവര് സിഗരറ്റ് വലിക്കുന്നത് എന്ത് ചെയ്യാണ്, പിടിക്കുകയാണ്. ഓക്കെ, സിഗരറ്റ് വലിക്കുന്നത് പിടിക്കുകയാണ്. ഇനി അപ്പൊ നമ്മൾ വിചാരിക്കുക സിഗരറ്റ് അല്ലേ പോട്ടെ, പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഈ സിഗരറ്റ് കയ്യിൽ വെച്ച് കൊടുക്കുന്ന ഒരുത്തനുണ്ടാവില്ല കൂട്ടത്തിൽ, ആ ഒരുത്തൻ ആ സിഗരറ്റിന്റെ ഉള്ളിൽ ഈ പൊടി MDMA എന്ന് പറയുന്ന പൊടി ഒരിത്തിരി അങ്ങോട്ട് കയറ്റി കൊടുത്താലുണ്ടല്ലോ, അത് സിഗരറ്റ് മാറി പിന്നെ ആ കുട്ടി എന്തായി, ലഹരിക്ക് അടിമപ്പെട്ട ഒരു കുട്ടിയായിട്ട് മാറും. പിന്നെ അത് നമുക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഇതിന്റെ ഏറ്റവും വലിയ ഒന്നിന് കുറച്ച് അടയാളങ്ങളുണ്ട്, അത് എല്ലാ രക്ഷിതാക്കളും നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോളി. നമ്മളെ മക്കൾ ഇങ്ങനത്തെ എന്തിലെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും. എല്ലാത്തിനും ദേഷ്യം, എല്ലാ പാരൻസിനോട് ദേഷ്യം, പ്രത്യേകിച്ച് ഉമ്മമാരോടൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും. ഒന്നിൽക്കും ഒന്ന് ഇടപെടാൻ താല്പര്യമില്ല. പിന്നെ ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാ, അവിടെ പോവാ, ഇവിടെ പോവാ. ആ പോക്കും ഒരു പരിധി വരെ നിങ്ങൾ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. കാരണം എങ്ങനെ നമുക്ക് നമ്മളെ മക്കളെ എത്ര വിശ്വസിച്ചാലും അവരുടെ സാഹചര്യങ്ങൾ അത്രയും മോശമാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ വാപ്പ, ആ വാപ്പ എന്നോട് കരഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞിട്ട് ആ വാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ മോളെ വിശ്വസിച്ചു പോയി. എനിക്ക് അത്ര എന്നെക്കാളും വിശ്വാസമായിരുന്നു കുട്ടീനെ. കാരണം ആ മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീച്ച് ളുഹ പോലും നിസ്കരിക്കുന്ന മോളാണ്. ഞാൻ പോലും നിസ്കാരത്തിൽ എനിക്ക് ഇത്ര കൃത്യനിഷ്ഠത കാണിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ എൻ്റെ മോള് അത്ര നല്ല മോളായിരുന്നു. അതുകൊണ്ട് എൻ്റെ മകൾ ഇങ്ങനെ ഒന്നും ചെയ്യൂല, എന്നോട് കളവ് പറയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ ഒരു വിശ്വാസമാണ് ഇവള് കൊണ്ട് തൊട്ടടുത്ത് മോളുണ്ട് കേട്ടോ, ഇപ്പൊ അതൊക്കെ പറയുമ്പോൾ തൊട്ടടുത്ത് മോളുണ്ട്. എന്നിട്ട് പറയാം ഞാൻ, അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പൊതുവെ ഒരുപാട് പാരൻസിന് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, കുട്ടികളെ കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിക്കും. കുട്ടികൾ കളവ് പറയില്ല, കുട്ടികൾ മോശമല്ല, കുട്ടികൾ അങ്ങനെ ചെയ്യില്ല, കുട്ടികൾ ഇങ്ങനെ ചെയ്യില്ല. ഓക്കെ, നിങ്ങളെ മക്കൾ നല്ല തന്നെയാണ്. എല്ലാ ഉമ്മമാരും അവനവൻ്റെ മക്കൾ നല്ലതാണ് എന്ന് ആഗ്രഹിക്കാനും അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളെ കുട്ടികൾ ഇന്നുള്ള ചുറ്റുപാടുണ്ടല്ലോ, അതൊരിക്കലും ശരിയല്ല. അത് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇപ്പം ഞാൻ ഈ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ റീസെൻ്റ്ലി നമുക്ക് കിട്ടിയ ഈ ഡ്രഗ്സിൻ്റെ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ കോഴിക്കോട് കുറ്റിച്ചിറയാണ് ഉള്ളത്. ആ കുറ്റിച്ചിറ ഭാഗത്ത് ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ നടക്കാവ് ഭാഗത്തുള്ള കുട്ടികൾ, അതേപോലെ കണ്ണഞ്ചേരി ഭാഗത്തുള്ള കുട്ടികൾ, ഈ ഭാഗത്തുള്ള കുട്ടികളുടെ ഇടയിലാണ് ഈ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ. അപ്പം നമ്മൾ വിചാരിക്കും റബ്ബ ഇതുവരെ നമ്മളെ വീട്ടിലെത്തിയിട്ടില്ലെന്ന്. ആലോചിക്കണം, ഈ ഇത്രയും സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തുള്ള കാര്യം നമുക്കറിയില്ല. എല്ലാ സ്കൂളുകളിലും ഇന്ന് വളരെ കോമൺ ആയിട്ട് ഡ്രഗ്സ് എത്തി തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് മിഠായിൻ്റെ രൂപത്തിലും പല രൂപത്തിലും ഈ സാധനങ്ങൾ ഇപ്പം എന്താണ് കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരികയോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൈസ കാണാണ്ടായി തുടങ്ങിയാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പല ഉമ്മമാർക്കും ഉള്ള സ്വഭാവമാണ്, പൈസ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഇടും. നമ്മൾ ശ്രദ്ധിക്കൂല, നമ്മൾ അവിടെയും ഇവിടെയും അവിടെ നിന്നോട്ടെ എന്ന് വിചാരിടണാണ്. പക്ഷേ അങ്ങനെ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് എടുത്തു കൊണ്ടുപോകണം, നമ്മൾ അറിയില്ല. അങ്ങനെയാണ് കുട്ടികൾ കള്ളന്മാരായി മാറുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇല്ലാതിരിക്കാൻ ഉമ്മമാര് ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് പൈസ പോകുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം. അത് പൈസ പോകുന്നത് ചില ഉമ്മമാരുണ്ട് ഒന്നും അറിയില്ല, എവിടെ പൈസ വെച്ചോന്നോ എന്താ ഒന്നും അറിയില്ല. അങ്ങനത്തെ ഉമ്മമാരെ പറ്റിക്കാൻ കുട്ടികൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നിങ്ങൾ ആദ്യം ജാഗ്രത പുലർത്തണം. നമ്മളെ മക്കളെ ഓരോ നീക്കങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് കുട്ടികളുടെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം.
എത്ര നല്ല മക്കളാണെങ്കിലും ഒരു 10% ഒരു അവിശ്വാസം മക്കളിൽ ഉണ്ടാവണം. കാരണം ഇന്നത്തെ നാട് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. പിന്നെ അതേപോലെ മൊബൈൽ ഫോണിൽ അമിതമായിട്ടുള്ള ഈ ചാറ്റിങ് കാര്യങ്ങൾ, കാരണം ഇവർ ഭയങ്കര കോഡ യൂസ് ചെയ്യുക. നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ഇതാണ് സാധനം, ഇപ്പൊ പറഞ്ഞില്ലേ പണിക്ക് പോവാം, അല്ലെങ്കിൽ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള പല പല കോഡ് ഭാഷകളുണ്ട്. പാമ്പ്, അങ്ങനത്തെ ഒക്കെ പല ഭാഷകളാണ്. പല പല ഏരിയാസിൽ പല പല കോഡുകളാണ്. ഈ കോഡുകൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ കുട്ടികളുടെ ഫോണിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചോദ്യചിഹ്നം ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം എന്താ പറയുക, ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ MDMA എന്ന് പറയുന്ന സാധനം വളരെ ഡേഞ്ചറസ് ആണ്. നമുക്ക് എത്ര ഡി അഡിക്ഷനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും ശരീരത്തിൽ നിന്ന് അതിൻ്റെ കിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആ കുട്ടി മരിച്ചങ്ങ് തീരേണ്ടി വരും. അങ്ങനെ അങ്ങനെ നിങ്ങൾ വിടാനാണ് താല്പര്യമെങ്കിൽ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എന്ന് ഞാൻ പറയും. കാരണം ഈ കുട്ടികൾ ഈ സാധനം എടുക്കുന്നത് ഇതിൻ്റെ ഓവർ വളരെ ചെറിയ 1 ഗ്രാം അല്ലെങ്കിൽ മില്ലി മതി. ആ 1 മില്ലി, ഒരു ഇത്തിരി, ഒരു തരി എന്ത് ചെയ്താൽ മതി, ബോഡിയിൽ കയറിയാൽ മതി. അതിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലാണ്. അത് കയറുന്നത് അറിയില്ല. എന്ത് ഭക്ഷണത്തിലോ വെള്ളത്തിലോ എന്തിലെങ്കിലും മിഠായിലോ എന്തിലാണ് ഇവർ കലക്കി കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും വലിയ ഒരു ഒരു ലഹരി സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഇന്ന് മുഴുവൻ കേരളത്തിലുടനീളം, പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കോഴിക്കോട് എന്നല്ല, ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും എന്താണ് ഈ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികൾ. നമ്മൾ വിചാരിക്കും 5ാം ക്ലാസ് അല്ലേ, 6ാം ക്ലാസ് അല്ലേ, 7ാം ക്ലാസ് അല്ലേ, പക്ഷെ 5, 6, 7 എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പ്രായമൊന്നുമില്ല. എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും സാധനം കയ്യിൽ കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നാട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ ആക്ഷൻ എടുക്കുക, ആരും കണ്ട. പണ്ട് എന്താ വെച്ചാൽ നമുക്കൊക്കെ മുറ്റത്ത് ഇറങ്ങാനും അല്ലെങ്കിൽ റോട്ടുമേൽ ഇറങ്ങി എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കാൻ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ നാട്ടുകാർ കൈവെക്കും. അതുകൊണ്ട് നാട്ടുകാരിങ്ങനെ നോക്കും. നമ്മൾ വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ അതൊരു ടെൻഷൻ, ആൾക്കാർ കണ്ടാൽ അത് വീട്ടിലെത്തുന്നുള്ളത്. ഇന്ന് കുട്ടികൾ എന്ത് തോന്നിവാസം ചെയ്ത് കഴിഞ്ഞാൽ പോലും ആൾക്കാർ ഇടപെടില്ല. കാരണം എന്താണ്, ഇനിയിപ്പോൾ എന്തെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് അയാളെ വീട് പോയി കത്തിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുള്ളത്. അത് മാറണം, അത് മാറണം. അപ്പോൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മക്കളാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. കാരണം ആ ശിക്ഷയിലൂടെ എന്തേ ഉള്ളൂ, ചിലപ്പോൾ ഒരു തിരിച്ചു വരുള്ളൂ. കുറച്ചെങ്കിലും കുട്ടികൾക്ക് പേടി ഉണ്ടാവണം. ഉമ്മനെയും ബാപ്പനെയും പേടിയില്ലാത്ത കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് നാട്ടാരെ പേടിച്ചിട്ടെങ്കിലും ഈ നാട്ടിലിറങ്ങി ഇങ്ങനത്തെ കളി കളിക്കാതിരിക്കും. അപ്പം ആരാണ് കാണുന്നത് അവർ റിപ്പോർട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ സ്കൂളുകളും ഇതിനു വേണ്ടിയിട്ട് മാക്സിമം പ്രവർത്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാ സ്കൂൾ ചെയ്യുക എന്താണെന്നറിയാം, അവനവൻ്റെ സ്കൂളിൻ്റെ പേര് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്കൂളിലുള്ള മാഷുമാർക്കൊക്കെ കൃത്യമായിട്ട് ചിലപ്പോൾ അറിയുണ്ടാവും, ഈ ക്ലാസ്സിൽ എത്ര ചെക്കന്മാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്, പെൺകുട്ടികൾ ഇത്രയും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പേടിയാണ്, പ്രതികരിക്കാൻ ഇന്ന് എല്ലാവർക്കും പേടിയാണ്. ആ പേടി മാറ്റി വെച്ചേ പറ്റുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്, നമ്മൾ ഒരു നല്ലൊരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇനി എല്ലാവരും ഒരുമിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാവാൻ പറ്റുള്ളൂ. ഇനി നമ്മളെ മക്കളെ കയ്യിൽ സാധനം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കരുത് ആരും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നമ്മളെ മക്കളാണ്. അവർ ഈ ഒരു വലിയൊരു ഇതിന്ന് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. അതാണ് പ്രശ്നം, തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, സ്വന്തം മക്കളെ ശ്രദ്ധിക്കുക. രാവും പകലും ഒന്നും ഇല്ലാതെ, ഇപ്പോൾ ഇതാ റമളാനാണ്. ഒന്ന് നിങ്ങൾ കോഴിക്കോട് ബീച്ചിക്കൊന്ന് ഇറങ്ങി വന്ന് നോക്കണം. ഈ തൊട്ടടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് 100 മീറ്റർ പോലും ഇല്ല കോഴിക്കോട് ബീച്ചിക്ക്. പക്ഷേ പോവാൻ തോന്നുന്നില്ല. ആ ഭാഗത്ത് കൂടെ പാസ് ചെയ്യാൻ പോലും നമുക്ക് തോന്നില്ല. കാരണം ആണെന്നോ പെണ്ണെന്നോ ഇല്ലാണ്ട്, രാവെന്നോ പകലൊന്നും ഇല്ലാതെ, രാത്രി 11 മണിക്കും 12 മണിക്ക് പോലും ചെക്കന്മാർ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇവിടെ ഇരുന്ന് ചായയും കുടിച്ച് കഥയും പറഞ്ഞിരിക്കുന്നത് കാണാം. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കാം, അപ്പം ഇവർക്കൊന്ന് വീട്ടിൽ വാപ്പി ഇമ്മി ഇല്ലേ? ഈ വാപ്പി ഇമ്മയ്ക്ക് എന്തിനാണ്, സ്വന്തം കസിൻസിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ഒരു സമയം കഴിഞ്ഞാൽ കുട്ടികളെ പുറത്തേക്ക് വിടരുത്. ആണായാലും ശരി പെണ്ണായാലും ശരി, എല്ലാത്തിനും സ്വാതന്ത്ര്യത്തിനും കൊടുക്കുന്ന ഫ്രീഡത്തിനൊക്കെ ഒരു കൺട്രോൾ വേണം. അതില്ലാത്തതാണ് എനിക്ക് തോന്നുന്നു ഇത്രയും കുട്ടികൾ അൺകൺട്രോളബിൾ ആവാനുള്ള ഒരു വലിയൊരു കാരണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കളൊന്നും ഈ ഒരു വലിയൊരു ചതിക്കുഴിയിൽ പെടാതിരിക്കട്ടെ. എല്ലാവരും മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത്രയും എല്ലാ സ്കൂളുകൾ ഫോക്കസ് ചെയ്തിട്ടാണ് പൊതുവേ ഈ ഒരു ഡ്രഗ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും സ്വഭാവത്തിലോ അല്ലെങ്കിൽ അവർ അമിതമായി ഉറങ്ങുന്നതോ അമിത
അമിതമായ ക്ഷീണം ഉണ്ടാവുകയോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.